ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. കൗമാരപ്രായക്കാരുടെ ഇടയിലും യുവതിയുവാക്കളുടെ ഇടയിലും എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാവുകയാണ്. കേരളത്തിൽ HIV ബാധിതർ മാസം ശരാശരി 100 പേർ ഉണ്ടാകുന്നു എന്നാണ് കണക്ക്. സംസ്ഥാനത്ത് മാസം ശരാശരി 100 പുതിയ HIV അണുബാധിതരുണ്ടാകുന്നു എന്നാണ് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ റിപ്പോർട്ട്. പുതുതായി HIV അണുബാധിതരാകുന്നതിൽ 15 മുതൽ 24 വയസ്സ് വരെയുള്ള പ്രായക്കാരുടെ എണ്ണവും കൂടി വരുന്നു. 2022 മുതൽ കഴിഞ്ഞ വർഷം യഥാക്രമം 9, 12, 14.2% വർധന. ഈ വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ HIV അണുബാധിതരാകുന്ന 15 മുതൽ 24 വരെയുള്ള പ്രായക്കാരുടെ എണ്ണം 15.4% ഉയർന്നതും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ സംസ്ഥാനത്ത് 4477 പേർക്ക് പുതുതായി HIV അണുബാധ കണ്ടെത്തി. ഇതിൽ 3393 പേർ പുരുഷന്മാരും 1065 പേർ സ്ത്രീകളും 19 പേർ ട്രാൻസ്ജെൻഡർമാരുമാണ്. 90 ഗർഭിണികളും ഉൾപ്പെടുന്നു. ഒരു പുതിയ കേസസ് നമ്മുടെ കൂടെ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഒരു യുവതലമുറയിലാണ് നമ്മൾ കൂടുതൽ കണ്ടുപിടിക്കുന്നത്. അതിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ കൂടുതൽ കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ യുവജനങ്ങളുടെ നമുക്ക് ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ HIV എയ്ഡ്സിന്റെ കാരണമായിട്ടുള്ള റീസൺസിനെ പഠിച്ചിട്ട് അവരുടെ മുൻകൂറുകൾ എടുക്കണം. കൈൻഡ്ലി ബി കെയർഫുൾ. റീസെൻ്റ്ലി എന്തെങ്കിലും HIV പിടിപെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്യിപ്പിക്കണം. അവരുടെ സൗജന്യവും ചികിത്സയും ടെസ്റ്റുകളും എല്ലാം സൗജന്യം തന്നെയാണ്. 1097 ആണ് നമ്മുടെ ഒരു ഹെൽപ്പ് ലൈൻ. പ്രതിസന്ധികളെ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളെ മുന്നോട്ടും എന്നാണ് ഈ ഒരു ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഒരു സന്ദേശം. കഴിഞ്ഞ 3 വർഷത്തിനിടെ HIV അണുബാധിതർ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് എറണാകുളത്താണ് 850, തിരുവനന്തപുരം 555, തൃശൂർ 518, കോഴിക്കോട് 441, പാലക്കാട് 371, കോട്ടയം 350 എന്നീ ജില്ലകളാണ് തൊട്ടു മുൻപിൽ. കുറവ് വയനാട്ടിൽ 67. അതേസമയം HIV സാന്ദ്രത താരതമ്യേന കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. പ്രായപൂർത്തിയായവരിലെ HIV സാന്ദ്രത രാജ്യത്ത് 0.20 ആണെങ്കിൽ കേരളത്തിൽ 0.07 ആണ്. ന്യൂസ് ഡെസ്ക് ലൈഫ് മലയാളം.